അമ്മ യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണല്ലോ ഇങ്ങോട്ടെത്തിയത്. ശോഭ, ഇതാണ് എന്റെ അമ്മ. നമസ്കാരം. ഏതായാലും അമ്മ നല്ല സമയത്ത് തന്നെ വന്നെത്തി. ഈ പെൺകുട്ടി ഏതാ? ഞാൻ അമ്മയ്ക്ക് നേരത്തെ എഴുതിയിരുന്നില്ലേ ശോഭ? നീ എനിക്കൊന്നും എഴുതിയിരുന്നില്ല. നീ എന്തിനാ കള്ളം പറയുന്നത്? നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അമ്മേ, ഒരു ഭാര്യയും 2 കുട്ടികളുമുള്ള നീ മറ്റൊരു ചെറുപ്പക്കാരി കൂടി വലയ്ക്കാൻ നോക്കുന്നു. അമ്മ എന്താ നീ പറയുന്നത്? എനിക്ക് ഒരക്ഷരം നീ മിണ്ടിപ്പോകരുത്. നീ പൊയ്ക്കുന്നു കുട്ടി. ഒരു സ്ത്രീയെയും 2 കുട്ടികളെയും നീ നശിപ്പിക്കരുത്. അമ്മ എന്താ നീ ചെയ്യുന്നത്? പച്ചക്കള്ളം പറഞ്ഞ് എന്തിനാ പെൺകുട്ടി ഇവിടെ നിന്ന് ഓടിച്ചത്? അവളെ ഞാൻ വിവാഹം കഴിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞേക്കണം. അവളുടെ മുമ്പിൽ എന്നോട് കള്ളനാക്കണം, വഞ്ചകനാക്കണം. അമ്മയോട് നീ ക്ഷമിക്കും മോനെ. നീ അവളെ വിവാഹം കഴിക്കരുത്. കാരണം പ്രഭ അവളെ വിവാഹം കഴിക്കണം. അവൻ എന്റെ മോനാണ്. അപ്പോ രാമുണ്ണിമേനോൻ എന്റെ ഭർത്താവ്. എല്ലാ വിവരവും ഞാൻ എന്റെ മോനോട് പറയാം. എന്തുണ്ടായെന്ന് പറയുമോനെ? അമ്മേ, അയാൾക്ക് ഭാര്യ കുട്ടികളുണ്ടെന്ന്. അയാൾ വഞ്ചകനാണ്, ദുഷ്ടനാണ്. ആരെങ്കിലും അപവാദം പറഞ്ഞുണ്ടാക്കിയതായിരിക്കുമോ? ആരെങ്കിലുമല്ല, അയാളുടെ അമ്മ തന്നെ. അയാളുടെ മുൻപിൽ വെച്ചാണ് പറഞ്ഞത്. നീ എന്തായാലും അവിവേകമൊന്നും കാണിക്കരുത്. നിന്റെ അച്ഛൻ അമ്മാവനുമായി സംസാരിക്കുന്നുണ്ട്. എന്റെ ശവശരീരം ചവിട്ടി കടന്നിട്ട് പ്രഭ കല്യാണ മണ്ഡപത്തിൽ പ്രവേശിച്ചു. വേണ്ടി വന്നാൽ അതിനും കഴിവുള്ളവനാണ് എന്റെ പ്രഭ. ശോഭ എന്ത് പറയുന്നു എന്ന് എനിക്കറിയാം. അതിനുശേഷം എന്റെ തീരുമാനം പറയാം. ശോഭ, വ്യക്തമായൊരു മറുപടി നിന്നിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. പ്രഭയെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. സമ്മതമാണോ? നീ വിസമ്മതിക്കുന്നെങ്കിൽ എന്റെ സ്വത്തിൽ നിന്നൊരു നായ പൈസ കൂടി നിനക്ക് കിട്ടുകില്ല. അടുത്ത നിമിഷം തന്നെ നിന്റെ അമ്മയുടെയും അച്ഛന്റെയും കൂടെ റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. റോഡിലിറങ്ങുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമൊന്നുമില്ല. ശോഭേ, നിന്റെ അഭിപ്രായം പറയും. പ്രഭചേട്ടനെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കുന്നു. ശോഭേ, നീ എന്താണടി പറഞ്ഞത്? വളരെ വ്യക്തമായി തന്നെയാണ് അവൾ പറഞ്ഞത്. എന്റെ അച്ഛനും അമ്മയ്ക്കും സുഖമായി ജീവിക്കാനുള്ള വക ഉടനെ അമ്മാവൻ കൊടുക്കണം. നിന്റെ ഔദാര്യം ആവശ്യമില്ല. എന്തൊക്കെയായാലും ശരി, ഈ വിവാഹം നടത്തുകയില്ല. എന്റെ അച്ഛൻ സമ്മതിച്ചാൽ ഈ വിവാഹം നടത്തുകയില്ല. നടത്തും സുരേന്ദ്രൻ. ശോഭേ, അകത്തേക്ക് പോകാൻ. പിന്നെ ഈ കല്യാണം കഴിയുന്നവരെ നിങ്ങൾ അവളെ കാണില്ല. കഴിയുന്ന വേഗം വിവാഹം നടക്കുകയും ചെയ്യും. ദിസ് മാരേജ് വിൽ ടേക്ക് പ്ലേസ്. സ്വന്തം മകൻ ഒരു കൊള്ളത്തലവനാണെന്ന് അമ്മയോട് പറയാൻ അത്ര നീചനല്ലമ്മേ. എന്റെ ഈശ്വര, ഞാൻ ഇത്ര മഹാഭാവിയായി പോയല്ലോ. അമ്മ പാപിയല്ല, ഭാഗ്യദോഷിയാണ്. ഞാനും ഒരു ഭാഗ്യദോഷി. നീ ഭാഗ്യദോഷിയല്ല മോനെ. പക്ഷേ നീ ശോഭയെ മറക്കണം. അവളെ വിവാഹം കഴിക്കാനുള്ള അവകാശം പ്രഭയ്ക്കുണ്ട്. ഒരുപക്ഷെ വിവാഹത്തിന് ശേഷമെങ്കിലും അവൻ നന്നാകയില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് നീ ആ വിവാഹത്തിനെതിരെ നിൽക്കരുത്. എന്റെ മോൻ അമ്മയ്ക്കൊരു വാക്ക് തരില്ലേ? ശരി, ഞാൻ അമ്മയ്ക്ക് വാക്ക് തരുന്നു. പ്രഭ ശോഭയെ വിവാഹം കഴിക്കുന്നതിന് മാത്രം ഞാൻ എതിര് നിൽക്കില്ല. മനസ്സിലായില്ല? ശോഭയുടെ അച്ഛൻ. എന്താ വിശേഷം? എന്റെ മകളെ ശിവശങ്കരൻ വിവാഹം ചെയ്യണമെന്ന് അപേക്ഷിക്കാം. സാധ്യമല്ല. നിങ്ങളുടെ മനോഭാവം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പ്രഭ ശോഭ വിവാഹം കഴിക്കാൻ പാടില്ല. എനിക്ക് 2 മക്കളുണ്ട്, പ്രഭയും ശിവനും. ഒരു മകൻ മറ്റൊരു മകന് വേണ്ടി വേദന സഹിക്കേണ്ടിയിരിക്കുന്നു. ശിവൻ പ്രഭയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യും. എന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി എന്റെ ശിവൻ എന്റെ പ്രഭയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യും. ഈ വിവാഹത്തിൽ നിന്ന് എന്റെ മകളെ രക്ഷിക്കാൻ ശിവശങ്കരനെ കഴിയൂ. രാമുണ്ണി മേനോനും മകനും കൂടി അവളെ തടവിൽ വെച്ചിരിക്കാം. നാളെ രാത്രി 10 മണിക്കാണ് വിവാഹം. ആര് കേട്ടാലും ഞെട്ടിപ്പോകുന്ന ഈ വിവാഹത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കും ശിവശങ്കര.
എന്റെ അമ്മ എന്നെ ഓടയിൽ നിന്നെടുത്ത് വളർത്തിയതാണ്. അവർ പറയുന്ന അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ശോഭയെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. ശരി, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പരിഹാരം തേടിക്കൊള്ളാം. പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ഉറപ്പിക്കാം, പ്രഭ ശോഭയുടെ കഴുത്തിൽ താലി കെട്ടുക എന്ന ഹീനകൃത്യം ഉണ്ടാവാൻ പോകുന്നില്ല. കുറഞ്ഞ പക്ഷം ഞാനിതിന് സാക്ഷിയാകില്ല. എങ്ങനെയെങ്കിലും സത്യം അവളെ അറിയിക്കണം. സ്വന്തം സഹോദരനാണ് അവളെ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന പരമാർത്ഥം അറിയിച്ചേ രക്ഷയുള്ളൂ. അവളെ മുറിച്ച് തടച്ചിട്ടിരിക്കാം. അങ്കന് പോലും അവിടെ പ്രവേശനമില്ല അല്ലേ? വേഗം എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ ശരി ശരി മീന, ഞാൻ ആ മുറിക്കകത്ത് കിടക്കും. എങ്ങനെയും പരമാർത്ഥം അവളെ അറിയിക്കും. അപ്പൊ ആദ്യമായി ഇതിനകത്ത് കയറി നമ്മൾ ആ ടേപ്പ് റെക്കോർഡർ കൈവശപ്പെടുത്തണം. എന്നിട്ട് ഈ കൺട്രോൾ റൂമിനകത്ത് വന്ന് അതിന്റെ ചാർജ് വഹിക്കുന്ന ആളെ കീഴ്പ്പെടുത്തണം. എങ്കിലേ വെളിയിൽ നിൽക്കുന്ന പോലീസുകാർക്ക് അകത്ത് വരാൻ സാധ്യമാകൂ. ഇതെല്ലാം അതിനകത്ത് കടന്നിട്ട് വേണ്ടേ? ഒരു പ്രാവശ്യം അതിനകത്ത് കടന്ന് രക്ഷപ്പെട്ടതേ എന്റെ നാക്കിന്റെ ബലം കൊണ്ടാ. ഇനിയും ഒരു പ്രാവശ്യം കൂടെ അങ്ങോട്ട് ചെന്നാൽ നല്ല സ്വീകരണമായിരിക്കും. കൃഷ്ണയോട് ഭയപ്പെടാതിരിക്കൂ. ആ അറബികൾ ഇന്ന് വരുന്നുണ്ട്. അവന്മാരിവിടെ വന്നാൽ അംബാസഡർ ഹോട്ടലായിരിക്കും താമസം. എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ രാത്രി 8 മണിക്കാണ് ഇവരുടെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഈ അറബികളാണ് നമ്മളെ രണ്ടുപേരെയും ഇന്ന് പ്രഭയുടെ സങ്കേതത്തിലെത്തിക്കാൻ പോകുന്നത്. ഓ ശരി സാർ. അറബികൾ? പ്രതാപൻ ഒരു കാലത്ത് അവന്റെ സ്വരക്ഷയ്ക്ക് വേണ്ടി ചെയ്തു വെച്ചിരുന്ന ഏർപ്പാടുകളെല്ലാം ഇന്ന് പ്രഭയ്ക്കെതിരായ തെളിവുകളാണ്. ആ ടേപ്പ് റെക്കോർഡ് നമ്മുടെ കൈവശം കിട്ടിയാൽ പ്രഭ നമുക്ക് ഇടങ്ങിയേ പറ്റൂ. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ സാധിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി 10 മണിക്ക് ശിവന്മാരെല്ലാം ഇരുമ്പഴിക്കുള്ളിൽ. ശങ്കരപ്പിള്ള ഒരു കാര്യം ചെയ്യും. കിഷോൾ ഒരു കാര്യം ചെയ്യും. 5 മണിക്ക് ക്വാർട്ടേഴ്സിൽ കാണാം. നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. പ്രഭയെ അറസ്റ്റ് ചെയ്യാൻ പോവാണല്ലേ? കള്ളനോട്ടും കള്ളക്കടത്തും കൊണ്ട് രാജ്യം മുടിക്കുന്ന ഒരുത്തിനാണ് ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാത്രി 10 മണിക്ക് അവന്റെ വിവാഹമാണ്. അതിനു മുമ്പ് നിനക്ക് അവനെ അറസ്റ്റ് ചെയ്യണമല്ലേ? ഔദ്യോഗിക കാര്യങ്ങളും മാനുഷിക വികാരങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ പറയുന്നു, ഇന്നവനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ശോഭയെ വിവാഹം കഴിക്കരുതെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഹൃദയവേദന അടക്കി പിടിച്ചുകൊണ്ട് ഞാനതനുസരിച്ചു. ദയവ് ചെയ്ത് ഔദ്യോഗിക കാര്യങ്ങളിൽ അമ്മ ഇടപെടരുത്. കർത്തവ്യം എന്താണെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ ഉദ്യോഗം രാജിവെക്കൂ എന്ന് പറഞ്ഞാൽ ഞാനതനുസരിക്കും. അതിലിപ്പുറം ഒന്നും സാധ്യമല്ല. ഇന്ന് രാത്രി 10 മണിവരെ ക്ഷമിക്കാൻ പാടില്ല. പട്ടാളക്കാരന്റെയും പോലീസുകാരന്റെയും ചില നിമിഷങ്ങൾക്ക് യുഗങ്ങളോളം പ്രാധാന്യമുണ്ട്. സമയമാണ് വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രധാന ഘടകം. എന്റെ 2 മക്കൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. ഞാൻ എന്ത് ചെയ്യട്ടെ? ജീവന് പോലും അപകടം നേരിടാവുന്ന ഒരു കൃത്യത്തിനാണ് ഞാൻ പോകുന്നത്. അമ്മയുടെ അനുഗ്രഹത്തോടി പോകുന്നവൻ നിശ്ചയമായും തോൽക്കുകയില്ല. സത്യവും നീതിയും ഏത് ഭാഗത്താണെന്ന് ചിന്തിച്ചിട്ട് അമ്മയുടെ 2 മക്കൾ ഒരുവനെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു മോനെ. ഹലോ, ഹെഡ്ക്വാർട്ടേഴ്സ്. ശിവൻ ഹിയർ. ഇന്ന് രാത്രി 8 മണിക്ക് ഹോട്ടൽ സ്വർണ്ണ റെയ്ഡ് ചെയ്യണം. റെയ്ഡിംഗ് പാർട്ടിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ അവിടെ ഉണ്ടാകുന്നു. എന്റെ അച്ഛന്റെ പകുതി സ്വത്തും തട്ടിയെടുത്ത് മകളെ ഒരു വലിയ പോലീസ് ഓഫീസറെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ? ശോഭയും ഞാനുമായുള്ള വിവാഹം ഇന്ന് രാത്രി നടക്കാൻ പോകുന്നു. നീ ഞങ്ങളെ കൊന്നോളൂ, എന്നാലും ശോഭയെ വിവാഹം കഴിക്കരുത്. അത് പാപമാണ്. നിങ്ങളെ കൊല്ലണമോ വേണ്ടയോ എന്ന് ഞാൻ നിശ്ചയിച്ചോളാം. ശോഭയെ വിവാഹം കഴിച്ച്
ആ വിവരം ധരിപ്പിച്ച് നിങ്ങളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾ ചെയ്ത മഹാഭാവത്തിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഇനിയെങ്കിലും സത്യം പറയൂ. പ്രഭേ, നീ ഞങ്ങളുടെ മകനാണ്. ശോഭ നിന്റെ സഹോദരിയാണ്. ഓഹോ, അതേടാ, നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയാണ് നീ കെട്ടിയിരുത്തിയിരിക്കുന്നത്. എല്ലാം ഞാൻ ചെയ്ത തെറ്റ്. രാമുണ്ണിവേനന്റെ ഭാര്യയും മീനയും ഒരു ദിവസമാണ് പ്രസവിച്ചത്. നിനക്ക് സ്വത്ത് മുഴുവൻ കിട്ടട്ടെ എന്ന് കരുതി ഞാൻ കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റി. ശോഭ നിന്നെ സ്വന്തം അനിയത്തിയാണ്, സ്വന്തം സഹോദരി. ഞാൻ വിചാരിച്ചതിലും ബുദ്ധിയുണ്ട് നിങ്ങൾക്ക്. എന്റെ വിവാഹം മുടക്കാൻ ഇതിലും വലിയൊരു വിദ്യ പ്രയോഗിക്കാനില്ല. പക്ഷേ ഇതിനെ ഹലോ, ദുബൈ അബ്ദുൽ കരീമാണ്. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നിട്ടുണ്ട്. അതെ അതെ, പറഞ്ഞിടത്തോളം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്നത് കള്ളനോട്ടുകളാണ്. അത് മാറ്റി തന്നേ പറ്റൂ. പിന്നെ നമ്മളോട് ഈ വേല വേണ്ട. കൃത്യം 8 തന്നെ ഞങ്ങൾ ഡിന്നർ ഹാളിൽ എത്തും. ഇതെടുത്തു. മനസ്സിലായില്ല? പറയുമ്പോ മനസ്സിലായിക്കൊള്ളൂ. നിങ്ങൾക്ക് എന്താണ് പണി? ഞങ്ങൾ ബിസിനസ്സുകാരാണ്. എന്ത് ബിസിനസ്സാണോ? കള്ളസ്വർണമാണോ? എന്താ നിങ്ങൾക്ക് മര്യാദയില്ലേ? ഞങ്ങളുടെ ജോലി ശരിക്ക് ചെയ്യുന്നതാണല്ലോ മര്യാദ. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നത് കേൾക്കൂ. ഹലോ, ദുബൈ അബ്ദുൽ കരീമാണ്. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അതെ, പറഞ്ഞിടത്തോളം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്നത് കള്ളനോട്ടുകളാണ്. കീഴടങ്ങിക്കൊള്ളൂ, അതാണ് നല്ലത്. ഒരാളോടുണ്ട്. ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്ന ഒരു കുഞ്ഞു പോലും അറിയരുത്.
ക്ഷമിക്കണം, ഇന്ന് ഞാനും ശോഭയുമായുള്ള വിവാഹം പോവുകയാണ്. വിവാഹത്തിന് നിങ്ങളെ ക്ഷണിക്കാൻ പറ്റിയില്ല, മാപ്പ് തരണം. മറ്റൊന്ന്, നിങ്ങളെ മരുമകനാക്കാൻ ആഗ്രഹിച്ചിരുന്ന സുരേന്ദ്രനും ഭാര്യയും ഇവിടെയുണ്ട്. അവർക്കും ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല. കാരണം നിങ്ങളെല്ലാവരും ഇന്ന് മരിക്കാൻ പോവുകയാണ്. കൃത്യം 9:45. ഓപ്പറേറ്റർ, അറ്റൻഷൻ പ്ലീസ്. കറക്റ്റ് 9:45 സ്വിച്ച് ഓൺ. ഓക്കെ? നിങ്ങൾ ശോഭയെ വിവാഹം കഴിക്കാൻ പോകും. എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യും. നിങ്ങൾ എന്നെയും വഞ്ചിക്കുകയായിരുന്നു. എന്നെ വശീകരിച്ചു. നിങ്ങളുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും എന്നെ ഉപയോഗിച്ചു. അവസാനം പ്രതാപനെ കൊല്ലുന്നതിന് പോലും ഞാൻ നിങ്ങൾക്ക് കൂട്ടുനിന്നു. ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നു. ഞാൻ ജീവനോടെ ഇരിക്കുമ്പം അത് സാധ്യമല്ല. നീ ജീവിച്ചിരിക്കുമ്പോൾ അത് സാധ്യമല്ല. ഈശ്വര, പിന്നെ ഇലക്ട്രിസിറ്റി ഫെയിലായാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനൊക്കൂ. അങ്ങനെ സംഭവിച്ചാൽ ശരി. മരിച്ചില്ലേ? ഇല്ല, ഞാൻ മരിച്ചില്ല. അയ്യോ, നിങ്ങൾ മരിക്കുന്ന ശബ്ദം കേട്ടു. ശരിയാണ്, പ്രഭയുടെ തോക്കിന് ശബ്ദിക്കാനേ കഴിയൂ, കൊല്ലാൻ കഴിയില്ല. മുൻപൊരിക്കൽ പ്രഭയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത ഇതേ വിദ്യ ഇന്ന് എന്റെയും മറ്റൊരു പെൺകുട്ടിയുടെയും ജീവൻ രക്ഷിച്ചു. മറ്റൊരു പെണ്ണിനെയോ? അതെ, പ്രഭയും ശോഭയും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. പ്രഭയുടെ എനിക്കുള്ള പകയേക്കാൾ വലിയൊരു കാരണമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ വേഗം പോയി അത് തടയണം. മിസ്റ്റർ സുരേന്ദ്രനും ഭാര്യയും? അവരെ കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വേഗം പോണം. കൃഷ്ണപിള്ള, താൻ ഇവിടെ തന്നെ നിൽക്കണം, പോലീസ് വരുന്നവരെ. മുഹൂർത്ത സമയം ആകാറായല്ലോ, ഇനി പ്രഭ വന്നില്ലല്ലോ. അങ്ങനെ വിഷമിക്കാതിരിക്കണം, പ്രഭ കൊച്ചു സമയത്തിനെത്തും. മോനെ, എന്താ ഇത്ര വൈകിയത്? മുഹൂർത്തത്തിന് നേരമായില്ലേ? വേഗം ചെന്നു തങ്ക. എന്ത് ശോഭ തയ്യാറായി നോക്കൂ. നിങ്ങൾ കുറെ പേര് അകത്തേക്ക് പോയിക്കുള്ളൂ, ഞാൻ പോയിട്ട് ഇപ്പൊ വന്നേക്കാം. കമാൺ, വേഗം. മുഹൂർത്തമായി. ശോഭ കുഞ്ഞിനെ വേഗം താഴേക്ക് കൊണ്ടുവരും.
പ്രഭ എന്റെ മകനാണ്, ശോഭയുടെ സഹോദരനാണ്. എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട. ഈ വിവാഹം നടക്കും. പ്രഭേ, ആരും മിണ്ടിപ്പോകരുത്. സംസാരിക്കാനുള്ള അവകാശം മകനെ കൊന്ന അച്ഛനുള്ളതാണ്. രാമണ്ണി മേനൻ, ഞാൻ എന്റെ മകനെയാണ് കൊന്നത്. നിങ്ങളുടെ മകൻ ശിവശങ്കരനാണ്. പാപിയായ മകനാണ് പ്രഭ. ഞാൻ കൊണ്ടുപോയി അനാഥാലയത്തിൽ ഉപേക്ഷിച്ച രാജനാണ് ശിവശങ്കരൻ. രാമണ്ണിമേനന്റെയും തങ്കമ്മയുടെയും മകൻ. നിഷ്കളങ്കായ ഈ സ്ത്രീയെ അനാഥാലയത്തിലാക്കിയതും ഞാനാണ്. സ്വത്ത് മോഹിച്ച് തൽക്കാലം തോന്നിയ ദുർബുദ്ധി കൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റി. അങ്ങനെ ഞാനൊരു കുരുക്ക് സൃഷ്ടിച്ചു. അതഴിക്കാനുള്ള എന്റെ ഓരോ ശ്രമവും കൂടുതൽ കുരുക്കുകളെ സൃഷ്ടിക്കുകയായിരുന്നു. ഇന്ന് ആ കുരുക്ക് അഴിക്കാൻ പാടില്ലാത്ത വിധം മുറുകിപ്പോയി. ഒറ്റ മാർഗമേ ഞാൻ കണ്ടോളൂ, എല്ലാം അറുത്തുമുറിക്കും. ഞാനത് ചെയ്തു. അച്ഛൻ മകനെ കൊന്നു. തോക്കിലൂടെ അല്ലാതെ ഇത് വിശദീകരിച്ചാൽ ആരും വിശ്വസിക്കുകയില്ല. സഹോദരി വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാനത് ചെയ്തു.